180 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 26 ദിവസമായി. ഇന്നത്തെ ദിവസം എനിക്കൊരു റിഫ്ലക്റ്റിംഗ് ഡേ ആയിരുന്നു. ഇന്ന് കുറേ നേരം ഞാൻ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ കുറേ നേരം ജേർണൽ ചെയ്തു. ഇന്ന് ഈവനിങ് ഞാൻ പുറത്തു പോയി കുറേ നേരം നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ എന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തു. എൻ്റെ ഹാബിറ്റ്സ്, എൻ്റെ ലൈഫ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി മാറ്റം കൊണ്ടുവരണം, എവിടെയൊക്കെ ഞാൻ ഗ്രോ ആയിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് ഏരിയയിൽ എനിക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. എന്നോടും എൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ കുറച്ചും കൂടെ സ്നേഹത്തോടും ക്ഷമയോടൊക്കെ ഞാൻ പെരുമാറണം. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഇനിയും ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് രാവിലെ മുതൽ ഈവനിങ് വരെ ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. എനിക്ക് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്, ക്രേവിങ്സ് വരികയാണ്. പക്ഷേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അലീഷ, നമ്മളൊരു പ്രോമിസ് നമുക്ക് കൊടുത്താണ്, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, നമ്മളെ ചീറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ഞാൻ ജേർണൽ ചെയ്തു, പുറത്തു പോയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പിന്നെ ഈവനിങ് എനിക്കൊരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ ഫ്രഷായി വന്നിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് തിരിയൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കുറേ നേരം മെഡിറ്റേറ്റ് ചെയ്തു. പിന്നെ പ്രാർത്ഥിച്ചു, ദൈവത്തോട് കുറേ നേരം സംസാരിച്ചു. ദൈവമേ, എന്നെ ഗൈഡ് ചെയ്യണേ, ബ്ലെസ് ചെയ്യണേ, മുന്നോട്ടേക്കുള്ള വഴി കാണിച്ചു തരണേ, എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ എന്നെ റിമൈൻഡ് ചെയ്യണം, ഞാൻ ഇതിന് കേപ്പബിൾ ആണ്, എന്നെ റിമൈൻഡ് ചെയ്യണം, ഞാൻ റോങ് ആയിട്ടുള്ള വേയിലൂടെയാണ് പോകുന്നതെങ്കിൽ എന്നെ റീഡയറക്റ്റ് ചെയ്യണം, എനിക്ക് സയൻസ് കാണിച്ചു തരണം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും മെൻറ്റേഴ്സിനൊക്കെ ഞാനിന്ന് ഓർത്തു. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ടേക്ക് ഞാൻ ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് നെഗറ്റീവ് സെൽഫ് ബിലീഫുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു പേപ്പറിൽ എഴുതി ഞാൻ ബേൺ ചെയ്ത് കളഞ്ഞു. ഇന്ന് എനിക്കൊരു റിലീസിങ് ഡേ കൂടിയായിരുന്നു. ഇന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു, കുറേ എന്നെ തന്നെ ഒബ്സർവ് ചെയ്തു, എൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു സമാധാനം, സന്തോഷമൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറച്ച് ഹാർഡായിരുന്നെങ്കിലും വൈകുന്നേരം ടൈം മുതൽ ഞാൻ ഓക്കെ ആയി. എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ എം ഫീലിംഗ് സോ കാം, റിലാക്സ്ഡ്, ഹാപ്പി. സോ സക്സസ്ഫുള്ളി 26 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് വല്ലാത്തൊരു അഭിമാനമുണ്ട്, എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ഇതുവരെ നിന്നിട്ടില്ലല്ലോ. സോ എനിക്ക് തന്നെ ഇതൊരു അതിശയമാണ്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടും എനിക്ക് ഒരുപാട് വിഷമം വന്നിട്ടും ഞാൻ എന്നെ വളരെ സ്നേഹത്തോടെ ഒരു ലവിങ് പാരൻറ്റിനെ പോലെ എന്നെ ഗൈഡ് ചെയ്ത് എൻ്റെ കൂടെ ഇരുന്ന് കംഫർട്ടാക്കിയിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ ബിട്രേ ചെയ്യുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഞാനുമായിട്ട് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഇങ്ങനെ ഒരു 180 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പബ്ലിക്കായിട്ടത് പറഞ്ഞുകൊണ്ടും കൂടിയാണ് എനിക്ക് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി വന്നത്, ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. സോ ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഓരോ ദിവസവും ഹീലാവുന്നുണ്ട്, ഗ്രോ ആവുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അൺലേൺ ചെയ്യുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറച്ച് മെസ്സിയാണിത്, കുറച്ച് അൺകംഫർട്ടബിൾ ആണ്, എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണിത്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. യു ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. സോ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കുക. നമ്മളെല്ലാവരും വളരെ കുറച്ച് സമയത്തേക്ക് ഇവിടെ ഉള്ളൂ. എപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടുന്ന അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് പോവുക. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ഐ എം സോ ഹാപ്പി. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഐ ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്, ബൈ. നാളെ കാണാം.